മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം ദൂരെ മേഘപാളി ദൂരെ താരപദ വീചി ദൂരെ മേഘപാളി ദൂരെ താരപദ വീചി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എൻ പ്രേമകാന്തനും മുൻപോയ ശുദ്ധരും എൻ പ്രേമകാന്തനും മുൻപോയ ശുദ്ധരും കരം വീശി വീശി മോദാൽ ചേർന്നു സ്വാഗതം ചെയ്തിടും കരം വീശി വീശി മോദാൽ
സച്ചിദാനന്ദം വന്യാതീതം സമ്മോദകം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനുഷ്യരോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഇന്ന് ഈ ലോകം പലവിധമായ പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും അസന്തുഷ്ടതയിലും സമാധാനമില്ലാതെ നെട്ടോട്ടം തിരിയുമ്പോൾ എവിടെ നമുക്കൊരു സമാധാനവും ആശ്വാസം കിട്ടുമെന്ന് വിഷമിച്ച് ജീവിക്കുമ്പോൾ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, സമാധാനമുണ്ടാകും, ആശ്വാസമുണ്ടാകുമെന്ന്. അതിന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം, അനുസരണക്കേട് നിമിത്തം ആത്മാവിൽ മരിച്ചവനായ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ സദൃശവാക്യം 8:31 നാം വായിക്കുന്നു, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ്റെ സ്നേഹവും ആരാധനയും എല്ലാം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മനുഷ്യരോടുകൂടെ ഉല്ലസിച്ചുകൊണ്ട് ഒരു കാലം ദൈവത്തിനുണ്ടായിരുന്നു. ആദമും ഹവ്വായും ചേർന്ന് വെയിലാറുന്ന സമയത്ത് ദൈവം ഇറങ്ങി വരുമായിരുന്നു. ആദാമിനെയും ഹവ്വായുടെയും കൂടെ മനുഷ്യരോടുകൂടെ ദൈവം ഉലാവിക്കൊണ്ടിരുന്നു, സന്തോഷത്തോടെ ഉലാവിക്കൊണ്ടിരുന്നു. എന്നാൽ ദുഷ്ടനായ പിശാച് അവരുടെ ജീവിതത്തിൽ അനുസരണക്കേട് വരുത്തുകയും തന്മൂലം ഏദൻ തോട്ടത്തിൽ നിന്ന് ദുഃഖത്തോടെ മാറേണ്ടി വരികയും ചെയ്തു. നീതിമാനായ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അന്ന് അവിടെ ഒരു മൃഗം അറുക്കപ്പെട്ടു. ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോലുകൊണ്ട് മനുഷ്യരുടെ നഗ്നത മറച്ച് ദൈവം അവർക്ക് അന്ന് ഒരു വാഗ്ദത്തവും കൊടുത്തു. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കുമെന്ന്. നഗ്നനായ മനുഷ്യനെ അവിടെ ഉടുപ്പിച്ച് ദൈവം ഇറക്കിവിടുമ്പോൾ അതൊരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിൻ്റെ ഒരു മുൻകുറിയായിരുന്നു. നമ്മുടെ നഗ്നത മാറ്റുവാൻ നഗ്നനായ ക്രൂശിൽ തൂങ്ങി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തമായിരുന്നു സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചാകിക്കുമെന്ന്. അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുത്തു. എങ്ങനെയെങ്കിലും ഏദൻ തോട്ടത്തിൽ തിരികെ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് സ്ത്രീയുടെ സന്തതി വരേണ്ടിയിരിക്കുന്നു, ആ പാമ്പിൻ്റെ തല തകർത്തേണ്ടിയിരിക്കുന്നു. ആദാം അവസാനം വരെ നോക്കിക്കൊണ്ടിരുന്നു, സ്ത്രീയുടെ സന്തതി ജനിച്ചുവോ എന്ന് ഏദൻ തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ഭാഗ്യം ആദാമിന് ലഭിച്ചില്ല. അവൻ്റെ ആയുസ്സ് തികച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജാതനായി വരുവാൻ ഉള്ള സമയമായപ്പോൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം കാലത്തികവിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഒരു അരുളപ്പാട് കൊടുത്തു. ക്രിസ്തു വരുന്നതിന് 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു അടയാളമായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തം നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരടയാളം ദൈവം കൊടുക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ വീണ്ടും പ്രസ്താവിച്ചു. അതിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിച്ചിരിക്കുന്നു, ഈ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന ആ മകനെ പറ്റി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ വീരനാം ദൈവമാണ് ഈ കുഞ്ഞു ഹൃദയത്തിൽ വന്ന് വസിക്കാൻ പോകുന്നതെന്നും ഈ ദൈവമായ ദൈവം സാക്ഷാൽ ദൈവമാണ് ഒരു മകനായി ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതെന്നും അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭുവാണ് ഇവിടെ ജനിക്കാൻ പോകുന്നതെന്നെല്ലാം കർത്താവ് അരുളപ്പാട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് ജനിക്കുന്നതെന്നും കർത്താവ് പറഞ്ഞു. ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് മീഖാ പ്രവാചകൻ പ്രസ്താവിച്ചു. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു,
നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേലിൻ്റെ അധിപതി, ഇസ്രായേലിൻ്റെ രാജാവായി പിറക്കുവാൻ പോകുന്നത് ബേത്ലഹേമിലാണെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ കാര്യങ്ങളും മുന്നറിയിപ്പ് കൊടുത്ത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, അനേകം തരുണിമണികളായ രാജകുമാരിമാർ കൊട്ടാരത്തിലായിരിക്കാം ഈ രാജാവ് ജനിക്കുന്നതെന്നോർത്ത് കാത്തിരുന്നു. കന്യാമറിയാം ഒരിക്കലും ഈ കർത്താവിൻ്റെ അമ്മയായി വരുവാനുള്ള ഭാഗ്യത്തെ പറ്റി ആലോചിക്കുകയോ ഒരിക്കലും പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം കന്യാമറിയാം ഏറ്റവും തന്നെത്താൻ വിനയപ്പെടുന്നവളും ഏറ്റവും താഴ്മയും വിനയമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, കന്യാമറിയാം ദൈവം ജനിക്കുന്ന ആ സ്ത്രീയുടെ ഒരു തോഴിയായി സേവിപ്പാൻ എനിക്കൊരു ഭാഗ്യം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നതായും ആഗ്രഹിച്ചിരുന്നതായും ഞാൻ കേട്ടിട്ടുണ്ട്. അത്രമാത്രം താഴ്മയും വിനയവുമുള്ള കന്യാമറിയാമിനെയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ ഉരുവാകുവാൻ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം അതിൻ്റെ 15 വാക്യം പറയും, ആരാണ് ഈ ദൈവം? ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. യെശയ്യാ പ്രവാചകൻ അങ്ങനെയാണ് പറയുന്നത്. 57 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ പറയും, എവിടെയാണ് ഈ ദൈവം വസിക്കുന്നതെന്ന്. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതനിവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടും കൂടെയും വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന്, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ താഴ്മയും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്? ഏറ്റവും താഴ്മയും വിനയമുള്ളവനെ കർത്താവ് കണ്ടെത്തി. കന്യാമറിയാമിനെ ഏറ്റവും താഴ്മയും വിനയമുള്ളവളും കണ്ടു. താഴ്മയുള്ളവരിലല്ലാതെ ഞാൻ എവിടെയാണ് വസിക്കുന്നതെന്ന് ആരാധനാ ഗീതങ്ങളിൽ പിതാക്കന്മാർ പാടി. സൗമേരിലെല്ലാതെങ്ങമരും ഞാൻ എന്നുര ചെയ്തോൻ, ജാതരിലേറ്റം താഴ്ത്തപ്പെട്ടുള്ളവളിൽ പാർത്താൻ ആരുമുയർത്തപ്പെട്ടില്ലിതുപോലതിനാൽ സ്പഷ്ടം മറിയാമേ പോൽ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. കന്യാമറിയാമിനറിയാമായിരുന്നു, ദൂതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായി ഇറങ്ങി വന്നപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ദൂതുമായി ഇറങ്ങി വന്നപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് താഴ്മയോടെ സമർപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ വചനം അവളുടെ ഉള്ളിൽ യേശുക്രിസ്തുവായി, വചനം ദൈവമായി വളർന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ആ യേശുക്രിസ്തു വലിക്കുമ്പോൾ അവൾക്കറിയാം അവൾ ഭാഗ്യവതിയാണെന്ന്. ആത്മാവിൽ അവൾ ഉല്ലസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഭാഗ്യവതി, സർവശക്തനെങ്കിൽ വലിയവ ചെയ്തിരിക്കുന്നു, കണ്ടാലും തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ താണിരുന്നു. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവമാണ്, എൻ്റെയും പാപത്തിനു വേണ്ടി വന്ന പരിശുദ്ധനായ ദൈവമാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നുള്ള ആ ഒരു ബോധ്യം അവൾക്ക് കിട്ടിയപ്പോൾ അവൾ പിന്നെയും താണു ദൈവത്തിൻ്റെ പ്രസാദത്തോടെ ഏറ്റവും പ്രസാദിക്കുന്ന ഒരു ആളത്വമായി രൂപാന്തരപ്പെട്ടു വന്നു. കന്യാമറിയാം ഒരിക്കലും ഒരു വിശേഷണമായിട്ടോ ഒരു വചനമായിട്ടോ ഒന്നും ആരോടും സംസാരിച്ചില്ല. ഈ യേശു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക, ഒരു കുഴപ്പമില്ലാതെ വളർത്തിക്കൊണ്ടുവരിക എന്ന് മാത്രമായിരുന്നു. ഒരിക്കലും കന്യാമറിയാമിനൊരു പ്രത്യേക സംരക്ഷണമോ ഒരു പ്രത്യേക ബഹുമാനമോ കർത്താവ് ഒരിക്കലും കൊടുത്തിട്ടില്ല. എപ്പോഴും യേശു പറയുന്ന സ്ത്രീയെ എന്നാണ് കർത്താവ് എപ്പോഴും കന്യാമറിയാമിനെ വിളിച്ചിട്ടുള്ളത്. കാനാവിലെ കല്യാണത്തിൻ്റെ സമയത്ത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് കന്യാമറിയാം ചെല്ലുമ്പോൾ, സ്ത്രീയെ അതിന് എനിക്കും നിനക്കും എന്താണെന്നാണ് പറയുന്നത്. എന്നാൽ കന്യാമറിയാമിനെ അറിയാമായിരുന്നു യേശുവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ട്, ദൈവം അതിന് പരിഹാരം തരുമെന്ന്. കന്യാമറിയാം ആകെ സർവ്വജനത്തോടുമായി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്യം, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അവനാണ് സർവശക്തൻ, അവനാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി വന്നത്.
അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ എന്ന് ആകെ കന്യമറിയാം ജനത്തോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യം അത് മാത്രമാണ്. കന്യമറിയാം അതേ ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ വചനം കിട്ടുമ്പോൾ, നാം വചനം കേൾക്കുമ്പോൾ. സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾക്ക് വരുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യവും അത് തന്നെയാണ്. ആ കർത്താവായ യേശുക്രിസ്തു വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും, മാനസാന്തരം വരും. ഈ കർത്താവ് ജനിക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനവുമായിട്ടാണ് ഇറങ്ങി വന്നത്. കിഴക്ക് നിന്ന് വിദ്വാൻമാർ രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം കണ്ട് വരുമ്പോൾ കർത്താവ് നക്ഷത്രം വഴി നടത്തി അവരെ കൊണ്ടുവന്നു. ബേത്ലഹേമിൽ ഈ കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞിനെ കണ്ട് അവർക്ക് മനസ്സിലായി ഇത് ആരാണെന്നുള്ള കാര്യം. ഈ യേശു പ്രവാചകനാണ്, പുരോഹിതനാണ്, ഈ യേശു രാജാവാണെന്ന് അതിൻ്റെ മുൻകുറിയായി അവർ കർത്താവിൻ്റെ മുമ്പിൽ പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ച് ശിശുവിനെ വണങ്ങി നമസ്കരിച്ചു. അവരുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ അടിയറ വെച്ച് സമർപ്പിച്ച് അവർ തിരിച്ചുപോയി. അവർ തിരിച്ചുപോയത് വന്ന വഴിയല്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വഴി മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും. അതാണ് മാനസാന്തരം. അതുവരെ വന്നുകൊണ്ടിരുന്ന വഴി മാറി പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം പുതിയ വഴിയായി അവർ സന്തോഷത്തോടെ കടന്നുപോയി, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോയി. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവം മാറി, പഴയ നടപ്പ് മാറി, എല്ലാം മാറി. അതാണ് മാനസാന്തരം. ഈ 3 വിദ്വാൻമാർ സമൂഹത്തിലെ ഏറ്റവും വലിയ നിലയിലുള്ളവരാണെങ്കിൽ കർത്താവായ ദൈവത്തിൻ്റെ ദൂതൻ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരിലേക്ക് ഇറങ്ങി വന്നു. ഇടയന്മാർ, അവർ ആടുകളെ കാത്ത് വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്കും ദൈവം ഇറങ്ങി വന്ന്, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 മുതൽ 14 വരെയുള്ള വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവൻ ഇടയന്മാരുടെ അടുത്തേക്ക് വന്ന് ആ ദൂത് അറിയിക്കുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതങ്ങളിൽ മഹത്വം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ യേശുവിൻ്റെ ദൂത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം വരും. സർവ്വ ലോകത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഈ രക്ഷ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നത്. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല. എന്നാൽ ദൈവം ഒരുക്കി വെച്ച രക്ഷ ഇന്ന് നമ്മൾ കണക്കാക്കാതെ പോയാൽ നാം അതിന് വില കൊടുക്കേണ്ടി വരും. ഇന്ന് ലോകമെമ്പാടും സുവിശേഷം ഘോഷിക്കുകയാണ്. പലരും അത് മനസ്സിലാക്കി അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കുകയും യേശുക്രിസ്തു തരുന്ന സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം ഓർക്കണം, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു സുപ്രസാദ ദിവസം എന്ന ദൈവത്തിൻ്റെ വചനം ആഘോഷിച്ചുകൊണ്ട് കൃപയുടെ കാലയളവിൽ ദൈവം ലോകത്തിലേക്ക് വചനം അയച്ചുകൊണ്ട് ഓരോരുത്തരെയും വിളിക്കുകയാണ്. നിങ്ങൾ വരിക, എല്ലാവരും വരിക, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുഭവിക്കുക, യേശുക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിക്കുക, ദൈവം നിങ്ങൾക്ക് തന്ന രക്ഷ നിങ്ങൾ അനുഭവിക്കുക. ഈ വചനമായി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കുക. ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുന്നതിന് ഒരു ചെലവും നമുക്ക് വേണ്ട, എല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നാം അത് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ഏക ഒരു സംഗതി. രക്ഷിതാവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാനായിട്ടാണ് ദൈവം യോഹന്നാൻ സ്നാപകനെ അയച്ചത്. യോഹന്നാൻ ഏലിയാ പ്രവാചകന്റെ ശക്തിയോടും ആത്മാവോടും കൂടി വന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു. ആ കാലയളവിനെ പറ്റി നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് 6 മാസം മാത്രം പ്രായം വ്യത്യാസമുള്ള യോഹന്നാൻ സ്നാപകന് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാനായി, ഒരു ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് ദൈവം അയച്ച ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ആ വന്ന സമയത്തെപ്പറ്റി ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യത്രോഖോനീത്തിലെ ദേശങ്ങളിലും
ലുസാന്യോസ് അബിയേലിലും ഇടപ്പുറക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എപ്പോഴാണ് ഈ യോഹന്നാൻ സ്നാപകം വന്നേ എന്നും അത് വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു. തിബെരിയോസ് കൈസറിൻ്റെ 15-ാം ആണ്ടിൽ പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ, ഹെരോദാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്താണ് ഈ യോഹന്നാൻ ദൈവത്തിൻ്റെ വെളിപാടുണ്ടായതെന്നാണ്. ഈ യോഹന്നാൻ സ്നാപകൻ എന്ത് പ്രസംഗിച്ചു? ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം നമുക്ക്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് യോഹന്നാൻ സ്നാപകൻ ഉദ്ഘോഷിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആദ്യകാലത്തും യേശുവും പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടാതെ, ഒരു പുതിയ സൃഷ്ടിയാകാതെ നമുക്കൊരിക്കലും ദൈവത്തെ കാണുവാനോ ദൈവത്തിൻ്റെ സന്തോഷം മനസ്സിലാക്കുവാനോ സ്വർഗരാജ്യത്തിലെത്തുവാനോ സാധിക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ഉം 5-ാം വാക്യവും ഒരുപോലെ പറയുന്നുണ്ട്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് നമുക്ക് വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 5-ാം വാക്യം അത് തന്നെ പറയുന്നുണ്ട്, 13-5. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വരുന്നത് നാം വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഒരു നീക്കോദീമോസ് എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുക, മാനസാന്തരപ്പെടുക എന്നു വന്ന വഴികളല്ല മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 2 കൊരിന്ത്യർ 5:17 പറയും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീരുന്നു. ഇന്നലത്തെ കാര്യങ്ങൾ ദൈവം ചോദിക്കുന്നില്ല. നാം എങ്ങനെ നടന്നുവെന്നോ എങ്ങനെ ജീവിച്ചുവെന്നോ ദൈവം ചോദിക്കുന്നില്ല. ഇനിയുള്ള കാലം ഈ വചനം കേട്ടിട്ട് നാം എന്ത് തീരുമാനിക്കുന്നു? ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു ധനവാന്റെ അനുഭവം നാം അവിടെ വായിക്കുന്നുണ്ട്. അവൻ ഈ ഭൂമിയിൽ ഏറ്റവും സുഖമായി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയും ഉണ്ടായിരുന്നില്ല. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ ചെന്നെത്തിയത് യാതനാ സ്ഥലത്തായിരുന്നു. അവന് ചെന്നെത്തിയപ്പോൾ മനസ്സിലായി, അയ്യോ, ഞാൻ യാതനാ സ്ഥലത്തേക്ക് വന്നതിൻ്റെ കാരണം അവന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടായില്ല എന്നതാണെന്ന് നമുക്ക് ആ 16-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 30-31 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് കിട്ടേണ്ടത്. ഈ വചനം ഇവിടുത്തെ മോശയും പ്രവാചകന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങൾ നമ്മൾ അനുസരിച്ച് നമ്മുടെ ഹൃദയം അറിയാം സമർപ്പിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളിൽ നടത്തുന്ന ഒരു രൂപാന്തരമാണ് മാനസാന്തരം. നമുക്ക് സ്വന്തമായി മാനസാന്തരപ്പെടുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമാണ് നാം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മാനസാന്തരം തരുന്നത്. അത് വേണമോ വേണ്ടായോ എന്ന്, കൈക്കൊള്ളണമോ കൊള്ളുകയോ തള്ളുകയോ വേണമെന്നുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ആ മുട്ടുന്ന ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വചനവുമായി ദൈവം മുട്ടുകയാണ്. മകനെ, മകളെ, നീ എനിക്ക് വേണ്ടി തുറക്കുമോ? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. നീ നിന്റെ ഹൃദയം എനിക്ക് തരുമോ? മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നമ്മുടെ കാഴ്ചകളോ വഴിപാടുകളോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കുവാനും അവൻ്റെ കാൽപാദത്തിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കുവാനും
ഇന്ന് ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഈ ഒരു കാര്യം എനിക്ക് മാനസാന്തരം ലഭിക്കുവാൻ എൻ്റെ ഇടവക പള്ളിയായ വലമ്പൂർ പള്ളിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശരിയായ രീതിയിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് വന്നു. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാനും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ലഭിക്കാനും എനിക്ക് ദൈവം ഭാഗ്യം തന്നു. എനിക്ക് ദൈവം അനേക നന്മകൾ തന്നിട്ടുണ്ട്. എന്നാൽ യേശുവിനായിട്ട് എൻ്റെ ഹൃദയം സമർപ്പിക്കുവാനും ആ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനും തന്ന കൃപയാണ് ഏറ്റവും വലിയ ധനമായി, ഏറ്റവും വലിയ നന്മയായും ഏറ്റവും വലിയ കൃപയായും ഞാൻ കരുതുന്നത്. ഞാനിന്നൊരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ദൈവം ആ സ്ഥാനത്ത് എന്നെ നിർത്തിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ പല കോംപ്ലിക്കേഷൻസും കണ്ടിട്ടുണ്ട്. ലേബർ റൂമിൽ ഒരു പ്രസവം എടുക്കുമ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം പോലെ ബ്ലീഡിങ് വരുന്നതും പല കോംപ്ലിക്കേഷൻസ് വരുന്നതും പ്രസവം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും എല്ലാ കാര്യങ്ങളും, തല വന്നു ഷോൾഡർ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന കരം ദൈവത്തിൻ്റെ സ്തോത്രം. ഏത് സ്ഥലങ്ങളിലും നീണ്ടു വന്ന യഹോവയുടെ ഭുജം, നമ്മുടെ ഏത് സാഹചര്യത്തിലാണോ ആവശ്യങ്ങളിൽ കണ്ണുനീരിനെ മറികടക്കാതെ പോകുന്ന ദൈവം നമ്മെ സഹായിക്കുന്നതും ആ ദൈവം തരുന്ന സഹായം, ആ ദൈവം തരുന്ന കൃപയെ അനുഭവിച്ചുകൊണ്ട് ഇന്നും സന്തോഷത്തോടെ ജീവിക്കുവാനും എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നല്ലവനായ യേശുവിനോട് നിങ്ങൾക്ക് എന്ത് സംസാരിക്കുവാനുണ്ട്? നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ദൈവത്തോട് വാക്ക് പറയാം. കർത്താവേ, നീ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സകലവും നിർവഹിച്ചിരിക്കുന്നു. കൽവറി ക്രൂശിൽ നീ മുഴുവനായി അവസാനത്തെ രക്തം തുള്ളി പോലും എനിക്ക് വേണ്ടി ഊറ്റി തന്നിരിക്കുന്നു. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ കൃപ എന്നിലേക്ക് വന്ന് എനിക്കും ഈ ഒരു മാനസാന്തരം തന്ന് എന്നെയും നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.